പണ്ട് പണ്ട് പച്ചപ്പ് നിറഞ്ഞ പാടങ്ങൾക്കരികിലെ ഒരു ചെറിയ കുടിലിൽ സ്വന്തമായി ഒരു കുഞ്ഞുണ്ടാകാൻ ഉള്ളൊരുകി പ്രാർത്ഥിച്ചിരുന്ന ഒരു സ്ത്രീ ജീവിച്ചിരുന്നു. ഒടുവിൽ തന്റെ ആഗ്രഹം സഫലമാക്കാൻ അവൾ ഒരു മാലാഖയുടെ അരികിലെത്തി. ഞാനൊരു സഹായം ചോദിച്ചു വന്നതാണ്. എനിക്ക് ഒരു കുഞ്ഞിനെ വേണം. ഈ ലോകത്തിൽ മറ്റെന്തിനേക്കാളും അധികമായി ഞാനത് ആഗ്രഹിക്കുന്നു. അപ്പോൾ നീ വന്നത് ഹൃദയം നിറഞ്ഞൊരു ആഗ്രഹവുമായിട്ടാണ്. നിങ്ങൾക്കെന്നെ സഹായിക്കാൻ കഴിയുമോ? അതൊക്കെ എളുപ്പത്തിൽ ശരിയാക്കാം. മാലാഖ അവൾക്കൊരു പ്രത്യേക ബാർലി വിത്ത് നൽകി അത് ചെടിച്ചട്ടിയിൽ കുഴിച്ചിടാൻ ആവശ്യപ്പെട്ടു. അതിനു പകരമായി അവൾ തന്റെ ചെറിയ പണസഞ്ചി തുറന്ന് 12 വെള്ളി നാണയങ്ങൾ മാലാഖയുടെ കയ്യിൽ കൊടുത്തു. ആ സ്ത്രീ ആ ബാർലി വിത്തുമായി സന്തോഷത്തോടെ വീട്ടിലേക്കു മടങ്ങി. വീട്ടിലെത്തിയ ഉടനെ അവൾ ആ വിത്ത് ജനലിനരികിലിരുന്ന് ഒരു പൂച്ചട്ടിയിൽ നട്ടു. പിറ്റേന്ന് രാവിലെ ആയപ്പോഴേക്കും അവിടെ അത്ഭുതകരമായ ഒന്ന് സംഭവിച്ചു. ഒരൊറ്റ രാത്രി കൊണ്ട് ആ പൂച്ചട്ടിയിൽ മനോഹരമായ ഒരു പൂവ് വിരിഞ്ഞു വന്നു. അതിന്റെ ഇതളുകൾക്ക് ചുവപ്പും സ്വർണ്ണ നിറവുമായിരുന്നു. ഓ, നീ എത്ര മനോഹരമായിരിക്കുന്നു! ഇതുപോലൊരു പൂവ് ഞാൻ ജീവിതത്തിൽ ഇന്നേ വരെ കണ്ടിട്ടില്ല. ആ പൂവിന്റെ നടുവിൽ ചെറിയൊരു പെൺകുട്ടി ഇരിക്കുന്നുണ്ടായിരുന്നു. ഒരു കുഞ്ഞു പെൺകുട്ടിയോ? ഹലോ. നിനക്ക് സംസാരിക്കാനും അറിയാമോ? നീ എത്ര ചെറുതാണ്! എന്റെ പെരുവിരലോളം പോലും ഇല്ലല്ലോ നീ. എങ്കിൽ നിന്നെ തംബ്ലിന എന്ന് വിളിക്കാം. ആ സ്ത്രീ തംബ്ലിനയെ ജീവനു തുല്യം സ്നേഹിച്ചു. അവൾക്കായി വാൾനട്ട് തോടുകൊണ്ടുള്ള കിടക്കയും മറ്റു സൗകര്യങ്ങളും ഒരുക്കി. പകൽ സമയങ്ങളിൽ നല്ല വെളിച്ചമുള്ള ആ ജനലിനരികിലിരുന്ന് കളിക്കാൻ തംബ്ലിനയ്ക്ക് വലിയ ഇഷ്ടമായിരുന്നു. ഒരു ദിവസം രാവിലെ ആ സ്ത്രീ മേശപ്പുറത്ത് വെള്ളം നിറഞ്ഞ ഒരു വലിയ പ്ലേറ്റ് കൊണ്ടുവച്ചു. അതിന്റെയൊക്കെ നടുവിലായി വലിയൊരു ട്യൂലിപ്പ് പൂവിന്റെ ഇലയുമുണ്ടായിരുന്നു. ആ ചെറിയ ഇല വെള്ളത്തിലൂടെ പതുക്കെ ഒഴുകി നീങ്ങുമ്പോൾ തംബ്ലിന മനോഹരമായി പാട്ടുപാടി. വസന്തകാലത്തെ കിളിക്കൊഞ്ചൽ പോലെ മൃദുവും മധുരവുമായിരുന്നു അവളുടെ ശബ്ദം. പക്ഷെ ഒരു രാത്രിയിൽ പുറത്ത് ചെറിയ ഇടിമുഴക്കത്തോടെ മഴ തകർത്തു പെയ്യുമ്പോൾ തംബ്ലിന ആ വാൾനട്ട് തോടുകൊണ്ടുള്ള കട്ടിലിൽ സമാധാനമായി ഉറങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. പെട്ടെന്നാണത് സംഭവിച്ചത്. നനഞ്ഞു കുതിർന്ന ഒരു വലിയ തവള ആ കുടിലിനുള്ളിലേക്ക് ചാടി വീണു. അതിന്റെ വലിയ കണ്ണുകൾ ഉറങ്ങിക്കിടക്കുന്ന തംബ്ലിനയുടെ മേൽ പതിഞ്ഞു. എത്ര സുന്ദരിയായ ഒരു മണവാട്ടി! എന്റെ മകൻ ഇവളെ ഒത്തിരി ഇഷ്ടപ്പെടും. ഒരൊറ്റ ചാട്ടത്തിൽ ആ തവളക്കിഴവി ആ തകർന്ന ജനലിലൂടെ മഴയത്തിരുട്ടിലേക്ക് അപ്രത്യക്ഷയായി. ആ കുടിലിൽ നിന്നും ഒത്തിരി ദൂരെയാണ് ആ തവളക്കിഴവിയും അവളുടെ മകനും താമസിച്ചിരുന്നത്. ഷോ, മിണ്ടാതിരിക്കേ! നീ അവളെ ഉണർത്തും. നല്ല ഭംഗിയുണ്ട്. ഇനി ഇവൾ നിന്റെ ഭാര്യയാകും. നമുക്കിവളെ ആ താമരയിലകളിൽ ഒന്നിന്റെ മുകളിൽ കൊണ്ടുവയ്ക്കാം. അതെന്തിനാ? ഇവൾ വളരെ ചെറുതാണ്. കരയ്ക്കടുത്തെങ്ങാനും വെച്ചാൽ ഉണരുമ്പോൾ ഇവൾ ഓടിപ്പോകും. അവിടെ അങ്ങ് നടുക്കാകുമ്പോഴോ അവൾക്ക് എങ്ങോട്ടും രക്ഷപ്പെടാൻ കഴിയില്ല. ഇനി നമുക്കവളെ താമരയിലയിൽ കൊണ്ടുവയ്ക്കാം. ആ തവളക്കിഴവി തംബ്ലിനെയും കൊണ്ട് ആ വെള്ളത്തിലൂടെ നീന്തി. തംബ്ലിനെ ഇതൊന്നും അറിയാതെ അപ്പോഴും ഉറങ്ങിക്കൊണ്ടിരുന്നു. രാവിലത്തെ സൂര്യപ്രകാശം ആ പുഴയിലേക്ക് മെല്ലെ വീഴാൻ തുടങ്ങി. അങ്ങനെ പതുക്കെ തംബ്ലിൻ അവളുടെ കണ്ണുകൾ തുറന്നു. സുപ്രഭാതം. എന്താ ഇത്? ഞാനിത് എവിടെയാണ്? അയ്യോ, എനിക്ക് വീട്ടിൽ പോണം. ആഹാ, നീ ഉണർന്നോ? ഇല്ല, എനിക്കിവിടെ നിൽക്കാൻ വയ്യ. ഇനി മുതൽ ഇതാണ് നിന്റെ വീട്. എനിക്ക് ഇയാളെ കല്യാണം കഴിക്കാൻ ഒട്ടും താല്പര്യമില്ല. എന്റെ മകന് നിന്നെ ഒത്തിരി ബോധിച്ചു. പോകെ പോകെ നീ ഇണങ്ങിക്കോളും. നിൽക്കൂ, അതെന്റെ കട്ടിലാണല്ലോ. ഞങ്ങൾ നിന്റെ കല്യാണമുറി ഒരുക്കാൻ പോവുകയാണ്. ഒരു മണവാട്ടിക്ക് നല്ലൊരു വീട് വേണ്ടേ? ആരെങ്കിലും എന്നെ ഒന്ന് രക്ഷിക്കണേ. ആ താമരയിലേക്ക് താഴെ ഒത്തിരി വെള്ളിമീനുകൾ നീന്തി നടക്കുന്നുണ്ടായിരുന്നു. തവളകൾ പറഞ്ഞതൊക്കെ അവർ കേട്ടു. അവൾ പേടിച്ച് വിറച്ചിരിക്കുകയാണ്. ആ വിരൂപന്മാരായ തവളകളുടെ കൂടെ കഴിയേണ്ടവളല്ല അവൾ. അവർ അവളെ ആ ചതുപ്പിനടിയിലേക്ക് കൊണ്ടുപോയാൽ പിന്നെ അവൾക്കൊരിക്കലും രക്ഷപ്പെടാൻ കഴിയില്ല. നമുക്കവളെ സഹായിക്കണം. നീ വിഷമിക്കണ്ട കേട്ടോ.
ഞങ്ങൾ നിന്നെ ഇവിടെ നിന്ന് രക്ഷിക്കാൻ പോവുകയാണ്. ഓ, സത്യമാണോ? നന്നായി മുറുക്കി പിടിച്ചോ. അവർ തണ്ട് കടിച്ചു മുറിക്കാൻ തുടങ്ങി. പെട്ടെന്ന് ആ താമരയിലയുടെ തണ്ട് ഒടിഞ്ഞു മാറി. അവൾ ആ അരുവിയുടെ കുത്തൊഴുക്കിലൂടെ മുന്നോട്ടു പോയി, ആ ചതിപ്പിൽ നിന്നും മാറി ദൂരേക്ക്. പെട്ടെന്നിത് തവളക്കിഴവി കണ്ടു. അതാ അവൾ രക്ഷപ്പെടുന്നു. അവരവളുടെ അടുത്തെത്തുന്നതിനു മുൻപ് തന്നെ ആ പുഴ തമ്പ്ലിനയെ വളരെ വേഗത്തിൽ ദൂരേക്ക് ഒഴുക്കിക്കൊണ്ടുപോയി. ഞാൻ രക്ഷപ്പെട്ടു. ആ കുഞ്ഞു മീനുകൾ അവസാനമായി ഒരിക്കൽ കൂടി വെള്ളത്തിനു മുകളിലേക്ക് തലപുയർത്തി. പോയി വരൂ, സൂക്ഷിക്കണം കേട്ടോ. ആ പുഴ തമ്പ്ലിനയെ മനോഹരമായ ഗ്രാമങ്ങളിലൂടെ ഒത്തിരി ദൂരേക്ക് ഒഴുക്കിക്കൊണ്ടുപോയി. പെട്ടെന്ന് എവിടെ നിന്നോ മനോഹരമായൊരു വെളുത്ത ശലഭം അവളുടെ അടുത്തേക്ക് പറന്നിറങ്ങി. ഇതൊരു സ്വപ്നം പോലെ തോന്നുന്നു. ഓ, ഹലോ, നീയും യാത്രയിലാണോ? നിനക്ക് എന്റെ കൂടെ വരണമെന്നുണ്ടോ? നിൽക്കൂ, എന്റെ കയ്യിലൊരു സൂത്രമുണ്ട്. ഞാനിത് നിന്റെ മേൽ കെട്ടിയാൽ നിനക്ക് ഈ ഇല മുന്നോട്ട് വലിക്കാമല്ലോ. പേടിക്കണ്ട, ഞാൻ പതുക്കിയേ കെട്ടുകയുള്ളൂ. ദാ കഴിഞ്ഞു. തയ്യാറാണോ? നമ്മൾ നല്ല വേഗത്തിലാണ് പോകുന്നത്. പക്ഷെ പെട്ടെന്ന് ആ പുഴയ്ക്ക് മുകളിൽ വലിയൊരു മൂളൽ ശബ്ദം കേട്ടു. അവൾക്ക് പ്രതികരിക്കാനാകുന്നതിനു മുൻപ് തന്നെ വലിയൊരു പൊൻവണ്ട് ആകാശത്തുനിന്ന് താഴേക്ക് പറന്നിറങ്ങി. ആ വണ്ട് അവളെ മരത്തിനു മുകളിൽ ഒരിലയിൽ കൊണ്ടുവച്ചു. കൊള്ളാമല്ലോ. നിൽക്കൂ, എന്നെ വിടൂ. ദയവായി എന്നെ താഴെ ഇറക്കൂ. ഞാൻ ഇന്നേ വരെ കണ്ടിട്ടുള്ളൊരു ജീവിയെ പോലെയുമല്ല നീ. നിന്നെ കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഇതാ, ഇത് കഴിക്കേ. നന്ദി. കുറച്ചു കഴിഞ്ഞപ്പോൾ ഏക്കും ആ മരച്ചില്ലകൾക്ക് ചുറ്റും മറ്റു വണ്ടുകളും വന്നിറങ്ങാൻ തുടങ്ങി. ഇതെന്താ സാധനം? ഇതേതെങ്കിലും തരത്തിലുള്ള വിചിത്ര ജീവിയാണോ? ഇവൾക്ക് വെറും 2 കാലുകൾ മാത്രമേ ഉള്ളൂ. തലയിൽ കൊമ്പുകളുമില്ല. അവളുടെ അരക്കെട്ട് നോക്കൂ, എത്ര ചെറുതാണെന്ന്. വിചിത്രം, വളരെ വിചിത്രം. കാണാനൊരു ഭംഗിയുമില്ല. ശരിയാ, നിന്നെ കാണാൻ ഒരു വിചിത്ര രൂപം തന്നെയുണ്ട്. ഞാൻ എന്റെ തീരുമാനം മാറ്റി. ആ വണ്ട് തമ്പ്ലിനയെ വീണ്ടും കയ്യിലെടുത്ത് ആ മരത്തിൽ നിന്ന് താഴേക്ക് പറന്ന് അവിടെ ഉണ്ടായിരുന്ന ഒരു ഡേസി പൂവിന്റെ മുകളിൽ അവളെ കൊണ്ടുവച്ചു. അവർക്ക് പോലും എന്നെ വേണ്ടല്ലേ? അങ്ങനെ വേനൽക്കാലം പതുക്കെ കടന്നുപോയി. തമ്പ്ലിന ആ വലിയ കാട്ടിൽ തികച്ചും ഒറ്റപ്പെട്ടായി. തമ്പ്ലിന ഇല കൂട്ടി അവൾക്കായി ചെറിയൊരു വീട് നിർമ്മിച്ചു. ഓരോ ദിവസവും രാവിലെ തമ്പ്ലിന പൂവിതളുകളിലെ മഞ്ഞുതുള്ളികൾ കുടിച്ചു. വിശക്കുമ്പോഴൊക്കെ അവൾ പൂക്കളിൽ നിന്നും മധുരം തേൻ ശേഖരിച്ചു കഴിച്ചു. പക്ഷികൾ അവൾക്കായി പാട്ടുപാടി. താമസിയാതെ വേനൽക്കാലം ഒഴിഞ്ഞുപോയി. പൂക്കളൊക്കെ ഉണങ്ങിക്കരിഞ്ഞു. പക്ഷികൾ ചൂടുള്ള ഇടങ്ങളിലേക്ക് പറന്നുപോയി. ഒടുവിൽ കടുത്ത ശീതകാലമെത്തി. അവൾക്ക് തണലേകിയിരുന്ന പച്ചില ഉണങ്ങി തവിട്ട് നിറമായി മാറി. വല്ലാതെ തണുക്കുന്നു. അയ്യോ ഇല്ല, എനിക്ക് ചൂടുള്ള എവിടെയെങ്കിലും പോകണം. ദിവസങ്ങൾ നടന്നതിനു ശേഷം ഒരു ചോളപ്പാടത്തിനു താഴെ അവൾ ഒരു ചെറിയ വാതിൽ കണ്ടു. ദയവായി വാതിൽ തുറക്കൂ. ഞാൻ ആഹാരം കഴിച്ചിട്ട് 2 ദിവസമായി. അയ്യോ കർത്താവേ, പാവം കുട്ടി. തണുത്തു മറവിക്കുന്നതിനു മുൻപ് വേഗം അകത്തേക്ക് കയറിവാ. ആ, അടുപ്പിനരികളിരുന്നോളൂ. നിനക്ക് വേണ്ടത്ര ആഹാരം കഴിച്ചോളൂ. ഒത്തിരി നന്ദി. എന്റെ വീട് വൃത്തിയായി സൂക്ഷിക്കാൻ എന്നെ സഹായിക്കുകയാണെങ്കിൽ നിനക്ക് ഈ ശീതകാലം മുഴുവൻ ഇവിടെ കഴിയാം. സത്യമാണോ? പിന്നെ നമ്മൾ ജോലി ചെയ്യുമ്പോൾ നീ എനിക്ക് നല്ല കഥകൾ പറഞ്ഞു തരികയും വേണം. അതൊക്കെ ഞാൻ ചെയ്യാം. അങ്ങനെ തമ്പ്ലിൻ ആ ശീതകാലം മുഴുവൻ ആ വയൽ മൂഷികന്റെ കൂടെ കഴിഞ്ഞു. പുറം ലോകം മുഴുവൻ മഞ്ഞു മൂടിക്കിടന്നപ്പോഴും ആ ചെറിയ വീട് നല്ല ചൂടും സുഖവുമായിരുന്നു. ഹോ, ഞാൻ മറന്നുപോയി. നമ്മുടെ അതിഥി ഇപ്പോഴിങ്ങെത്തും. അതിഥിയോ? എന്റെ ഒരു പണക്കാരനായ അയൽക്കാരനുണ്ട്, ഒരു പെരിച്ചാഴി. അത് അദ്ദേഹമായിരിക്കും. വരൂ വരൂ അയൽക്കാരാ. ശുഭസായാഹ്നം. ഇതാരാണ് പുതിയൊരാൾ? ഇതാണ് തമ്പ്ലിന. നമസ്കാരം. നീ എന്നോട് പറഞ്ഞ ആ കുഞ്ഞു പെൺകുട്ടിയോ? ഇവൾ നല്ല ഭംഗിയായി പാട്ടുപാടും കേട്ടോ. ആണോ? മോളെ, ഇദ്ദേഹത്തിനൊരു പാട്ട് പാടിക്കൊടുക്കൂ. ആദ്യമൊന്ന് മടിച്ചെങ്കിലും പിന്നീട് അവൾ മനോഹരമായി പാടി. കൊള്ളാം കൊള്ളാം. ഇവൾ നല്ലൊരു കുട്ടിയല്ലേ? അവൾക്ക് നല്ല മധുരമുള്ള ശബ്ദമുണ്ട്. ആ രാത്രിക്ക് ശേഷം പെരിച്ചാട ഇടയ്ക്കിടെ അങ്ങോട്ട് വരാൻ തുടങ്ങി. അവൻ വരുമ്പോഴൊക്കെ ആ വയൽ മൂഷിക അവനെക്കുറിച്ച് പുകഴ്ത്തി സംസാരിച്ചുകൊണ്ടേയിരുന്നു. എന്റെ വീട്ടിൽ നിന്ന് നിങ്ങളുടെ വീട്ടിലേക്കുള്ള തുരങ്കത്തിന്റെ പണി ഞാൻ തീർത്തു. ഓ, അപ്പോഴേക്കും കഴിഞ്ഞോ? അതാ പാടങ്ങൾക്കടിയിലൂടെയാണ് കിടക്കുന്നത്. നിങ്ങൾക്കത് കാണണോ? നീ പോയി നോക്കൂ മോളെ. നോക്കി നടക്കുന്നേ, മുന്നിൽ എന്തോ കിടപ്പുണ്ട്. ഒരു കിളി. ചത്തുപോയതായിരിക്കും മിക്കവാറും. വിഡ്ഢിജീവികൾ. പക്ഷികൾ വേനൽക്കാലം മുഴുവൻ പാട്ടുപാടി നടക്കും.
എന്നിട്ട് ശീതകാലം വരുമ്പോൾ ഇങ്ങനെ അങ്ങ് തണുത്ത് ചത്തുപോകും. കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം പക്ഷേ നിന്റെ പാട്ടുകൾ എത്ര മനോഹരമായിരുന്നു. സൂര്യന് ഭയങ്കര വെളിച്ചമാണ്. താമസിയാതെ അവർ ആ വയൽ മൂഷികന്റെ വീട്ടിലേക്ക് തന്നെ മടങ്ങിപ്പോയി. പക്ഷെ അന്ന് രാത്രി കുറച്ചുണങ്ങിയ പുല്ലും പഞ്ഞിപോലുള്ള പൂക്കളും മൃദുവായ വായ്ക്കോളുമൊക്കെ സംഘടിപ്പിച്ച് അവൾ ആ കിളിയുടെ അടുത്തേക്ക് പോയി. ഇത് നിനക്ക് കുറച്ച് ചൂട് തരും. നീ ഇവിടെ ഇങ്ങനെ ഒറ്റയ്ക്ക് കിടക്കേണ്ടവനല്ല. സുഖമായി യാത്രയാവൂ കിളിയേ. പെട്ടെന്നാണ് ഒരു കാര്യം അവളുടെ ശ്രദ്ധയിൽപ്പെട്ടത്. ഹേ, നെടിപ്പ്. നീ ജീവനോടെ ഉണ്ടല്ലേ? ആരാണ് എന്നെ സഹായിച്ചത്? ഞാനാണ്. ഇത്രയും ചെറിയൊരു പെൺകുട്ടിയോ? നീ ഒത്തിരി സംസാരിക്കണ്ട, നന്നായി വിശ്രമിക്കൂ. നീ തണുത്തു മറിഞ്ഞു കിടക്കുകയായിരുന്നില്ലേ? അന്നു മുതൽ തംബ്ലിന് രഹസ്യമായി എല്ലാ ദിവസവും ആ കിളിയെ പരിചരിച്ചു പോന്നു. നീ എങ്ങനെയാണ് ഇവിടെ വന്ന് വീണത്? ശരത്കാലത്ത് കൂട്ടത്തോടെ പറന്നുപോകുമ്പോൾ എന്റെ ചിറകിനൊരു പരിക്കു പറ്റി. എന്നിട്ട് മറ്റുള്ളവർ നിന്നെ ഇട്ടേച്ചു പോയോ? ശീതകാലം എത്തുന്നതിനു മുൻപ് അവർക്ക് യാത്ര തുടരേണ്ടിയിരുന്നു. ഒറ്റപ്പെടലിലെ സങ്കടം എനിക്ക് നന്നായി അറിയാം. അങ്ങനെ പതുക്കെ ശീതകാലം ഒഴിഞ്ഞുപോയി. ആ മണ്ണടിയിലെ കടുത്ത തണുപ്പൊക്കെ മാറി വീണ്ടും ചൂട് വരാൻ തുടങ്ങി. നിനക്ക് ഇനിയും വീണ്ടും പറക്കാൻ കഴിയും. അത് നിന്റെ കാരുണ്യം കൊണ്ട് മാത്രമാണ്. നീയും എന്റെ കൂടെ പോരുന്നോ? ഈ ഇരുണ്ട തുരങ്കങ്ങളിൽ നിന്നും ഒത്തിരി ദൂരേക്ക് എനിക്ക് നിന്നെ കൊണ്ടുപോകാൻ കഴിയും. എനിക്ക് വരാൻ കഴിയില്ല. ആ വയൽമൂഷിക എന്നോട് വലിയ ദയ കാണിച്ചിട്ടുണ്ട്. നിനക്ക് നല്ലൊരു മനസ്സുണ്ട്. എങ്കിൽ ശരി, പോയി വരാം തംബ്ലിന. ആ മൂഷികന്റെ വീടിനു മുകളിലായി വലിയ ചോളച്ചെടികൾ വളർന്നു പന്തലിച്ചു. പുറം ലോകം വീണ്ടും ഭംഗിയുള്ളതും ചൂടുള്ളതുമായി മാറിയെങ്കിലും തംബ്ലിനയെ പുറത്തുപോകാൻ അവരനുവദിക്കാറില്ലായിരുന്നു. എല്ലാം വിചാരിച്ചതുപോലെ നടക്കുന്നുണ്ട്. ആ പെരിച്ചാഴി ഒടുവിൽ ആ തീരുമാനമെടുത്തു. എന്ത് തീരുമാനം? നിന്നെ അദ്ദേഹത്തിന് കല്യാണം കഴിക്കണമെന്ന്. കല്യാണമോ? നീ അദ്ദേഹത്തോട് നന്ദിയുള്ളവളായിരിക്കണം. അദ്ദേഹത്തിന് ഒത്തിരി സ്വത്തുണ്ട്, മണ്ണടിയിൽ വലിയ കൊട്ടാരങ്ങളുണ്ട്, 10 ശീതകാലത്തേക്ക് തികയുന്ന ആഹാരവുമുണ്ട്. പക്ഷേ അയാൾക്ക് സൂര്യപ്രകാശം പോലും ഇഷ്ടമല്ലല്ലോ. സൂര്യപ്രകാശമുണ്ടെന്ന് വെച്ച് വയറ് നിറയില്ലല്ലോ മോളെ. അയാൾക്ക് പൂക്കളോടും പക്ഷികളോടും വെറുപ്പാണ്. അതുകൊണ്ടൊന്നും ഒരു കാര്യവുമില്ല. ദേ, പറയേണ്ട താമസം അദ്ദേഹം എത്തിക്കഴിഞ്ഞു. ശുഭസായാഹ്നം. വരൂ വരൂ അയൽക്കാരാ. നിനക്ക് സുഖമാണെന്ന് കരുതുന്നു. അതെ. വേനൽക്കാലം കഴിയുന്നതോടെ കല്യാണമുണ്ടാകും. ഇത്ര പെട്ടെന്നോ? ഇനി കാര്യങ്ങൾ നീട്ടിക്കൊണ്ടുപോകേണ്ട ആവശ്യമില്ല. നീ ആ മണ്ണടിയിൽ സുഖമായി ജീവിക്കും. മണ്ണിനടിയിലോ? അന്നു തുടങ്ങി എല്ലാവരും കല്യാണത്തിനുള്ള തിരക്കുകളിലായി, തംബ്ലിനെ ഒഴികെ. വേഗം ചെയ്യ്, കല്യാണത്തിന് ഇനി അധികം ദിവസങ്ങളില്ല. ഓരോ ദിവസവും രാവിലെ തംബ്ലിന് ആ മണ്ണിൽ നിന്ന് പതുക്കെ പുറത്തേക്കിറങ്ങി ആകാശത്തേക്ക് നോക്കി നിൽക്കും. ഗംഭീരം. ഇനി 4 ആഴ്ചകൾ കൂടി കഴിഞ്ഞാൽ നീ ആ പെരിച്ചാഴിയുടെ ഭാര്യയാകും. എനിക്ക് അയാളെ കല്യാണം കഴിക്കാൻ ഒട്ടും താല്പര്യമില്ല. എന്തൊരു വിഡ്ഢിത്തമാണിത്. എനിക്കിനി ഒരിക്കലും സൂര്യനെ കാണാൻ കഴിയില്ല. അദ്ദേഹം നിനക്കൊരു സുരക്ഷിതമായ ജീവിതമാണ് തരുന്നത്. നീ ഒരു വിവരമില്ലാത്ത കുട്ടിയെപ്പോലെ സംസാരിക്കരുത്. നീ അദ്ദേഹത്തോട് കടപ്പെട്ടിരിക്കുകയാണ് വേണ്ടത്. കല്യാണത്തിന്റെ തലേ ദിവസം തംബ്ലിന് അവസാനമായി ഒരിക്കൽ കൂടി പുറത്തേക്ക് നടന്നു. പാടത്തെ പുല്ലുകളൊക്കെ അപ്പോഴേക്കും വെട്ടിമാറ്റിയിരുന്നു. പെട്ടെന്ന് ആ കിളി അവളുടെ അടുത്തേക്ക് പറന്നെത്തി. നീ തിരിച്ചു വന്നോ? ഞാൻ കരുതിയത് നിന്നെ ഇനി ഒരിക്കലും കാണാൻ കഴിയില്ലെന്നാണ്. ഞാൻ നിന്റെ ശബ്ദം കേട്ടു. എന്താണ് നീ ഇവിടെ ഇരുന്ന് കരയുന്നത്? എന്താണ് സംഭവിച്ചത്? ആ പെരിഞ്ചാതി എന്നെ കല്യാണം കഴിക്കാൻ പോകുകയാണ്. ശീതകാലം വരുമ്പോൾ അവൻ എന്നെ ആ മണ്ണടിയിലേക്ക് കൊണ്ടുപോകും. നീ ആ മണ്ണടിയിൽ കഴിയേണ്ടവളല്ല. എനിക്കറിയാം. എങ്കിൽ നീ എന്റെ കൂടെ പോര്. വീണ്ടും ശീതകാലം വരികയാണ്. ഞാൻ ചൂടുള്ള മറ്റു രാജ്യങ്ങളിലേക്ക് പറക്കുകയാണ്. ഇത്തവണയെങ്കിലും നീ എന്റെ കൂടെ വാ. സത്യമാണോ? ഞാൻ നിന്നെ സുരക്ഷിതമായി കൊണ്ടുപോകാം. അവൻ തന്റെ ചിറകുകൾ വീശി ആകാശത്തേക്ക് കുതിച്ചുയർന്നു. പാടങ്ങൾക്കും കാടുകൾക്കും മുകളിലൂടെ പെരിച്ചാടയുടെ ആ ഇരുണ്ട മണ്ണടി ഉലകത്തിൽ നിന്നു ഒത്തിരി ഒത്തിരി ദൂരേക്ക്. അവർക്ക് താഴെയായി ആ ലോകം പരന്നുകിടന്നു. ഒടുവിൽ അവർ തിളങ്ങുന്നൊരു നീല തടാകത്തിനരികിലെത്തി. ആ വെള്ളത്തിനരികിലായി വെള്ള മാർബിൾ കൊണ്ടുണ്ടാക്കിയ പണ്ടത്തെ ഒരു വലിയ കൊട്ടാരമുണ്ടായിരുന്നു. ഇതാണെന്റെ വീട്. ഈ തൂണുകൾക്കിടയിൽ നിനക്കും ഇതുപോലെ ഭംഗിയുള്ളൊരു വീട് വേണം. എനിക്കിതിൽ ഏത് വേണമെങ്കിലും തിരഞ്ഞെടുക്കാമോ? നിനക്കിഷ്ടമുള്ള ഏതെങ്കിലും ഒരു പൂവ് തെരഞ്ഞെടുത്തോളൂ. ഏതു വേണമെങ്കിലും. തംബ്ലിന് താഴെ വീണുകിടന്ന ഒരു വലിയ വെള്ളപ്പൂവിനുള്ളിലേക്ക് പതുക്കെ കയറി. അപ്പോഴാണ് പെട്ടെന്ന് ആ പൂവിന്റെ നടുവിൽ വളരെ കുഞ്ഞൊരു മനുഷ്യൻ നിൽക്കുന്നത് കണ്ടത്. ആ കുഞ്ഞുകുമാരൻ ആ പൂക്കളുടെയൊക്കെ രാജാവായിരുന്നു. പേടിക്കണ്ട, ഇവളെന്റെ കൂട്ടുകാരിയാണ്. ഇവളുടെ പേര് തംബ്ലിന എന്നാണ്.
തംബ്ലിന, ഇവൾ വളരെ സുന്ദരിയാണല്ലോ. ഞാൻ ഇതുവരെ നിന്നെപ്പോലെ ഒരാളെ കണ്ടിട്ടേയില്ല. ഞാനും നിങ്ങളെപ്പോലെ ചിറകുകളുള്ള ഒരാളെ കണ്ടിട്ടില്ല. നീ എന്റെ കൂടെ ഇവിടെ താമസിക്കാമോ? ഈ പൂക്കളുടെ രാജ്ഞിയായിട്ട്. എനിക്ക് സമ്മതമാണ്. അവൾ സമ്മതിച്ചു. നമ്മുടെ രാജാവിന്റെ കല്യാണമാണ്. ഇതൊരു തുമ്പിയുടേതായിരുന്നു. ഇത് ഇവൾക്ക് കൃത്യമായിരിക്കും. ഇതെനിക്കുള്ളതാണോ? ഹേ, ഞാൻ പറക്കുകയാണല്ലോ. ഇനി മുതൽ നിന്നെ തംബ്ലിന എന്ന് വിളിക്കാൻ പാടില്ല. അതെന്താണ്? അത് പേടിച്ച് വിറച്ച് നടന്ന ഒരു കുഞ്ഞു പെൺകുട്ടിയുടെ പേരായിരുന്നു. നീ ഇനി പഴയതുപോലെ അല്ല. ഇന്നു മുതൽ നിന്റെ പേര് മായ എന്നായിരിക്കും. മായ, മായ. അങ്ങനെ ഒരു കാലത്ത് തംബ്ലിനി എന്ന് വിളിക്കപ്പെട്ടിരുന്ന ആ കുഞ്ഞു പെൺകുട്ടി അവസാനം തനിക്ക് ചേർന്ന സ്വന്തം ലോകം കണ്ടെത്തി. അവിടെ ആ പൂക്കൾക്കിടയിൽ മായ എന്നും സന്തോഷത്തോടെ ജീവിച്ചു. ഈ കഥ നിങ്ങൾക്കിഷ്ടമായോ കൂട്ടുകാരെ? എങ്കിലിത് ഹൈപ്പ് ചെയ്യണേ. സബ്സ്ക്രൈബും ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കല്ലേ കേട്ടോ.